ഈ വിഷയത്തിൽ വളരെ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഈ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഉണ്ടായത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ സർക്കാർ രാഷ്ട്രീയപരമായ ഒരു ഇടപെടലും നടത്തില്ല എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇതിനോടകം പ്രതികരിച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റോടെ CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ പരിഹാസം. മുഖ്യമന്ത്രി അറിയാതെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞു. അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നായിരുന്നു മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഒരാളെപ്പോലും സംരക്ഷിക്കാൻ പാർട്ടിയോ ഗവൺമെൻറ്റോ തയ്യാറാവുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പങ്കുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന് തുടർന്നുള്ള ഘട്ടങ്ങളിൽ വെളിപ്പെടും. പോറ്റി കുടുങ്ങിയാൽ CPM നേതാക്കളും കുടുങ്ങുമെന്ന് CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് CPM നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ദേവസ്വം മന്ത്രിൻ്റെ റോൾ എന്താണ്? ദേവസ്വം മന്ത്രിയല്ലേ ഇതിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്? എന്തുകൊണ്ട് ഇന്നും അയാൾ രാജിവെക്കുന്നില്ല? അപ്പോൾ ഞങ്ങളുടെ പ്രഷറും മാധ്യമ സുഹൃത്തുക്കളുടെ പ്രഷറിന് കാരണമാണ് ഇന്ന് ഈ സ്ഥിതി വരെ SIT പോകുന്നത്. എൻ്റെ 5 വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.